ക്രാഫ്റ്റ്സ് ആൻഡ് ഹാക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുവാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു 2 ഫ്ലവർ കാർഡ്സ് ആണ്. ഇതൊരു ബർത്ത്ഡേ കാർഡായിട്ടോ അല്ലെങ്കിൽ മദേഴ്സ് ഡേ കാർഡായിട്ടോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മാത്രം ഒന്ന് പഠിച്ചെടുത്താൽ മതി. അതും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഫ്ലവേഴ്സാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് നല്ല കട്ടിയുള്ള തിക്കായിട്ടുള്ള കാർഡ് സ്റ്റോക്ക്, നല്ല കട്ടിയുള്ള പേപ്പർ വേണം. അതിൻ്റെ മുകളിൽ നമ്മളൊരു ബോട്ടിലിൻ്റെ ക്യാപ്പ്, ചെറിയൊരു ബോട്ടിലിൻ്റെ ക്യാപ്പ് വെച്ചിട്ട് കുറച്ച് ആ ബോർഡർ ഒന്ന് വരയ്ക്കുകയാണ്. വരച്ചിട്ട് അത് കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ നമുക്കതൊരു കുറച്ചൊരു ഭംഗിക്ക് കിട്ടും. ഇപ്പോൾ നമ്മൾ ബോർഡറൊക്കെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവേഴ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ലൈറ്റ് ഗോൾഡൻ യെല്ലോ കളർ പേപ്പർ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഒരു 0.5 സെൻറ്റിമീറ്റർ ഉള്ള പേപ്പറാണത്. പിന്നെ യെല്ലോ കളർ പേപ്പറും വേണം, ഓറഞ്ച് കളർ പേപ്പറും വേണം. അത് ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ എൻഡ് നമ്മൾ കട്ട് ചെയ്ത് പോവാതെ നോക്കണം. എന്നിട്ട് ഇത് മൂന്നും കൂടെ റോൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ഒരു ഫ്ലവർ കിട്ടും. അതുപോലത്തെ 3 ഫ്ലവേഴ്സും കുറച്ച് ലീഫും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. നമുക്കൊരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു ക്വില്ലിംഗ് ടൂളോ ഉപയോഗിച്ച് നമുക്കിത് റോൾ ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് റോൾ ചെയ്തെടുക്കാം. പ്രത്യേകിച്ച് ടൂളൊന്നും ആവശ്യമില്ല. എന്നിട്ട് അടുത്ത യെല്ലോ പേപ്പറും ഓറഞ്ച് കളർ പേപ്പറും നമ്മൾ ഇതേപോലെ തന്നെ ചുറ്റിയെടുക്കണം. ഇപ്പോൾ ഓറഞ്ച് കളർ പേപ്പർ നമ്മൾ ചുറ്റിക്കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ എല്ലാം ഗ്ലൂ അപ്ലൈ ചെയ്ത് കുറച്ച് നേരം അത് ഉണങ്ങാനായിട്ട് വെക്കണം. എന്നിട്ട് മാത്രം നമ്മളത് വിടർത്തിയെടുക്കുക. അപ്പോൾ നമ്മുടെ മനോഹരമായിട്ടുള്ള പൂ കിട്ടും. നമ്മളിങ്ങനെ 2 കളർ ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയുള്ള പൂക്കൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് നിങ്ങൾക്കത് കാണാൻ പറ്റുന്നില്ല, എന്നാലും ഇത് നല്ല അത്യാവശ്യം ഭംഗിയുള്ള ഒരു പൂവാണ്. പിന്നെ ഇനി ഇതിൻ്റെ നടുക്ക് നമുക്കൊരു പേളും കൂടെ വെച്ച് കഴിയുമ്പം ഇത് കുറച്ചും കൂടെ ഭംഗിയുള്ള ഒരു പൂവായിട്ട് മാറും. ഇനി കുറച്ച് ലീവ്സും കട്ട് ചെയ്യണം. ഈ ഫ്ലവേഴ്സും ലീവ്സും കൂടെ ഒന്ന് നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഫസ്റ്റ് കാർഡ് റെഡിയാവും.
സൈഡിലെല്ലാം ചെറിയ ഹാഫ് പേൾസ് എല്ലാം ഒട്ടിച്ച് കുറച്ചും കൂടെ നമ്മൾ ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അകത്ത് ഒരു പേപ്പർ ഒരു വേവി സീസേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്ത് ഒട്ടിക്കാം, നമ്മുടെ മെസ്സേജ് എഴുതാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് കാർഡ്, ആദ്യത്തെ കാർഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത കാർഡിലേക്ക് പോവാം. ഇത് നമ്മുടെ സെക്കൻഡ് കാർഡാണ്. ഇത് നമ്മുടെ ആദ്യത്തെ കാർഡിനേക്കാളും കുറച്ചും കൂടി എളുപ്പം നമുക്ക് ഉണ്ടാക്കാം. ജസ്റ്റ് 2 ഫ്ലവേഴ്സ് നമ്മൾ ഒട്ടിക്കുന്നതേ ഉള്ളൂ. അത് ഭയങ്കര എളുപ്പത്തിലുണ്ടാക്കാം. മറ്റേതുപോലെ കുറച്ച് ടൈം എടുക്കുന്ന ഫ്ലവേഴ്സൊന്നുമല്ല, കുറച്ച് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതായത് ചെറിയൊരു സ്ക്വയർ പേപ്പർ എടുക്കുക, അതിനെ നമ്മൾ ഇതേപോലെ മടക്കി എടുത്തിട്ട് നമ്മൾ ഒരു ഹാഫ് പെറ്റലിൻ്റെ പകുതി നമ്മൾ അതിൽ വരച്ചെടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കേവായിട്ട് വേണമെങ്കിലും അല്ലെങ്കിൽ നീളത്തിലോ എങ്ങനെയാണ് നമുക്കിഷ്ടം, അതിൻ്റെ ഷേപ്പ്, ആ പെറ്റലിൻ്റെ ഷേപ്പ്, ആ ഓരോ ദളത്തിൻ്റെയും ഷേപ്പ് എങ്ങനെയാണ് നമുക്കിഷ്ടം എന്ന് വെച്ചാൽ അതേപോലെ വരയ്ക്കാം. എനിക്ക് കുറച്ച് അറ്റത്ത് കുറച്ച് കൂർത്തിരിക്കുന്ന പോലത്തെ ഒരു ഷേപ്പാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെയാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതേപോലെ ഒരു 3-4 ഞാൻ ബ്ലൂ കളറിലും റെഡ് കളറിലും ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് അത് രണ്ടും കൂടി ഒട്ടിച്ചിട്ട് നടുക്ക് ഒരു ഗ്ലിറ്ററിൻ്റെ ചെറിയൊരു സർക്കിളും കൂടെ വെക്കുമ്പോഴത്തേക്ക് അതൊരു ഫ്ലവറായിട്ട് മാറും. നല്ലൊരു ഭംഗിയുള്ളൊരു ഫ്ലവറായിട്ട് മാറും. അങ്ങനെ നമ്മുടെ ഫ്ലവേഴ്സൊക്കെ നമ്മൾ ഒട്ടിച്ചു, അത് നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്കതിൻ്റെ കുറച്ച് ലീവ്സ് വരയ്ക്കണം. ലീവ്സും നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഇതേപോലെ വരയ്ക്കുക, കട്ട് ചെയ്യുക, അത് ഒട്ടിക്കുക. അങ്ങനെ അത് നമുക്ക് ഒട്ടിച്ചെടുക്കാം. സൈഡിൽ ഞാൻ കുറച്ച് സ്റ്റോൺസ് ഒട്ടിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തും ഓരോ ഫ്ലവേഴ്സ് ഒട്ടിച്ച് കുറച്ചും കൂടെ ഭംഗിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ കാർഡ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.